തൊടേണമേ. ആരാധനയെ യേശുവേ. ഹല്ലേലൂയ മാറാനാഥാ. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. Praise the Lord. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടുകൂടെ സ്വാഗതം നേരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് വിജയം വരിക്കുന്നവന് ദൈവം നൽകുന്ന വിവിധങ്ങളായ സമ്മാനങ്ങളെ പറ്റിയാണ്. ഹല്ലേലൂയ. നമുക്ക് നാഥനോടൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടച്ച്. ഓ പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് നല്ലവണ്ണം ഓടാനും വിജയം വരിക്കാനും അങ്ങനെ നിന്നോടുകൂടെ മഹത്വത്തിൽ വാഴാനും അടിയങ്ങൾക്ക് കൃപയും അനുഗ്രഹങ്ങളും നൽകിയാലും അവിടുത്തെ പരിശുദ്ധ ശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ എല്ലാ മക്കളിലേക്കും വർഷിച്ച് അത്ഭുതകരമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് വിജയം വരിക്കുന്നവന് നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന ചില ഭാഗങ്ങൾ ഒന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. കുറേ വെളിപാടിൻ്റെ പുസ്തകം എഴുതപ്പെടുന്നത് സഭയിൽ മതമർദ്ദനം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടത്തിലാണ്. ഒരുപാട് പീഡനം സഭ ഏൽക്കേണ്ടി വന്നപ്പോൾ വിശുദ്ധ യോഹന്നാന് ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് ലഭിച്ച വെളിപാടുകളാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 21 അധ്യായങ്ങൾ. അതിൽ 10 വാക്യങ്ങളിൽ ഒരു വ്യക്തി വിജയം വരിക്കുമ്പോൾ അവന് ദൈവം നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സമ്മാനം കിട്ടുന്നൊരു ഉറപ്പും ബോധ്യവും നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ഓടും. സെൻറ്റ് പോൾ പറയണത് പോലെ സമ്മാനം ലഭിക്കേണ്ടതിനായിട്ട് നമ്മൾ ഓടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സമ്മാനം ലഭിക്കേണ്ടതിനായിട്ട് നമ്മൾ ഓടണം. ഓടി സമ്മാനം നമുക്ക് ഏതൊക്കെ രീതിയിൽ ദൈവം തരുമെന്ന് വെളിപാടിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് 2-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവാക്യം. അവിടെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ബൈബിൾ പറയണത്. എന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്ക്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ കേൾക്കെന്നാണ്. ചെവിയുണ്ടെങ്കിൽ കേൾക്ക്. യേശു ക്രിസ്തു പല ഉപമകളും അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്: കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുകയാണ്: ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സമ്മാനം നേടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ പറയണത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ചെവിയുണ്ടെങ്കിൽ നീ കേൾക്കുക. എന്നിട്ട് ദൈവമായ കർത്താവിൻ്റെ വചനം പറയാണ്: വിജയം വരിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് കൊടുക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ജീവവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഒരു കാര്യം ദൈവമായ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവവൃക്ഷത്തെപ്പറ്റി ദൈവമായ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ: അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന്
ആദവും ഹവ്വായും പറിച്ചു തിന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അവർ മരണത്തിന് അർഹനായിട്ട് മാറി. തുടർന്ന് ദൈവമായ കർത്താവ് പറയുകയാണ്, ഇനി അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ അമർത്യനായിട്ട് മാറും. അതുകൊണ്ട് ദൈവം അവനെ പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തി. അപ്പം ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ദൈവം ഭക്ഷിക്കാനായിട്ട് വിജയം വരിക്കുന്നവന് നേരിട്ട് കൊടുക്കുമെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്. ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അമർത്യത, എന്നേക്കുമായുള്ള ജീവിതം, മരണമില്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അതാണ് നരകത്തിൽ പോകാതെ സ്വർഗത്തിലുള്ള നിത്യജീവൻ കൈവശമാക്കണമെങ്കിൽ നീ വിജയം വരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈ മനോഹരമായ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ദൈവം നൽകുകയാണ്. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവാക്യ പ്രകാരമാണ്, വിജയം മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. അടുത്തൊരു വാഗ്ദാനം ഇതാണ്, നീ വിശ്വസ്തനായിരുന്നാൽ, അത് മരണം വരെ വിശ്വസ്തനായിരുന്നാൽ ജീവന്റെ കിരീടം നിനക്ക് നൽകും. ജീവന്റെ കിരീടം, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ വേറൊരു ഭാഷയിൽ പറയുകയാണ്, നിനക്ക് ജീവന്റെ കിരീടം നൽകും. എപ്പോഴാ? നീ മരണം വരെ വിശ്വസ്തനായിരിക്കണം. ചില ആൾക്കാർ പിടിച്ചു നിൽക്കും കുറേ വർഷങ്ങളൊക്കെ, പക്ഷെ അതിനുശേഷം അങ്ങോട്ട് വീണുപോകും. ദൈവം പറയുകയാണ്, നീ മരണം വരെ വിശ്വസ്തനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ വെല്ലുവിളി ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വീഴാനുള്ള പല സാഹചര്യങ്ങളും സാധ്യതകളുള്ളപ്പോൾ ഞാൻ വീഴാതെ, ഞാൻ പിടിച്ചു നിന്ന്, ഞാൻ നന്നായിട്ടോടി ഈ ജീവന്റെ കിരീടം ഞാൻ നേടുമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും വലിയ അഭിലാഷവും നമുക്കുണ്ടാകണം. അങ്ങനെ ലക്ഷ്യത്തെ മുന്നേറി ജീവിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ജീവന്റെ കിരീടം നിനക്ക് നൽകും. വീണ്ടും അടുത്തൊരു വചനം വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരമാണ് പറയണത്, വിജയം വരിക്കുന്നവൻ തീർച്ചയായും 2-ാമത്തെ മരണത്തിന് അധീനനാകുകയില്ല. 2-ാമത്തെ മരണത്തിന് അധീനനാവുകയില്ല, അവൻ നിത്യമായിട്ട് ജീവിക്കും. അത് വേറൊരു വാഗ്ദാനമാണ്. അപ്പോൾ ദൈവം നൽകുന്ന സമ്മാനങ്ങളെ പറ്റിയുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ സമ്മാനത്തെ നോക്കി നന്നായിട്ട് ഓടാൻ, നന്നായി വിജയം വരിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും, അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും, അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും, അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. വലിയ സമ്മാനമാണ്. നിഗൂഢ മന്ന നൽകും, വെള്ളക്കല്ല് നൽകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്. ഇപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, നിത്യജീവന്റെ അപ്പം, പുതിയ നിയമത്തിലെ മന്ന. ഇവിടെ ദൈവമായ കർത്താവ് പറയാൻ, ഞാനൊരു നിഗൂഢ മന്ന അവന് നൽകും, ഒരു വെള്ളക്കല്ല് നൽകും, അതൊരു നാമം എഴുതിയിട്ടുണ്ടായിരിക്കും, അതെന്താണെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ സമ്മാനം. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. ജനപദങ്ങളുടെ മേൽ അധികാരം. നമുക്കറിയാം, സഭ ചില ആൾക്കാരെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. കാരണം എന്നാ? അവസാനം വരെ പിടിച്ചു നിൽക്കുകയും വിശ്വസ്തരായിട്ട് നിൽക്കുകയും ചെയ്തപ്പോൾ ജനപദങ്ങളുടെ മേൽ അധികാരം ദൈവം നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ അന്തോണീസ് പുണ്യാളിനോടൊക്കെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും അത്ഭുതങ്ങളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അൽഫോൻസാമയുടെ മധ്യസ്ഥം തേടുമ്പോൾ എത്രയും അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജനപദങ്ങളുടെ മേൽ അവന് ഞാൻ അധികാരം നൽകും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും ഒക്കെ മധ്യസ്ഥം തേടി ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവസാനം വരെ പിടിച്ചു നിന്നപ്പോൾ ദൈവം ജനപദങ്ങളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനപദങ്ങളുടെ മേൽ അധികാരം നൽകാൻ ദൈവം നിന്നെയും വിളിക്കുന്നുണ്ട്. നീയും പിടിച്ചു നിൽക്കണം, നീയും വിശ്വസ്തനായിരിക്കണം. നിനക്കും ദൈവം അത് നൽകും എന്ന കാര്യത്തിന് സംശയമില്ല. ഹല്ലേലൂയ. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യ പ്രകാരമാണ്, പുലർകാല നക്ഷത്രം ഞാൻ അവന് നൽകും. പുലർകാല നക്ഷത്രം, പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു വെളിച്ചത്തിൻ്റെ ഒരു കൃപയാണ്. ദൈവം പുലർകാല നക്ഷത്രം നൽകും, പുലർകാല നക്ഷത്രം നൽകും. തുടർന്ന് ദൈവം വീണ്ടും പറയുകയാണ്, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വലിയ സമ്മാനം ദൈവം നൽകുന്ന വാഗ്ദാനം ചെയ്തിട്ട് ദൈവം പറയാണ്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വളരെ മനോഹരമായാണ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ 3-4 അനുഗ്രഹങ്ങൾ ഒരുമിച്ച് നൽകുന്നതിനെ കുറിച്ചാണ് വെളിപാട് 3:5. ബൈബിളുള്ളവരൊക്കെ തുറന്ന് വായിക്കുന്ന നല്ലതാണ്. വചനപ്രകാരമാണ്: വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും അയച്ചു കളയുകയില്ല, എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കാര്യങ്ങളാണ് ഇവിടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. വെള്ളവസ്ത്രം നൽകും, പുതിയൊരു വസ്ത്രം നൽകും, അതുപോലെ തന്നെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് മായ്ച്ചു കളയുകയില്ല. വീണ്ടും പറയുകയാണ്, നിന്റെ നാമം അവിടുന്ന് ഏറ്റുപറയും. നിന്റെ നാമം അവിടുന്ന് ഏറ്റുപറയും. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നിന്റെ നാമം അവിടുന്ന് ഏറ്റുപറയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം സമ്മാനം നൽകും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷേ പിടിച്ചു നിൽക്കണം. മരണം വരെ വിശ്വസ്തനായിരുന്നാൽ ഇതെല്ലാം നിനക്ക് കിട്ടുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും വായിക്കാം വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ പ്രകാരമാണ്: വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും, അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ടിറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ വലിയ വാഗ്ദാനം ദൈവം നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിച്ച, മരണം വരെ വിശ്വസ്തരായിട്ട് ജീവിച്ച വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലെല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. ദൈവം നമ്മളെ ശക്തമായിട്ട് ക്ഷണിക്കുകയാണ്. നീ മരണം വരെ വിശ്വസ്തനായിരിക്കണം. കാരണം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ പീഡനങ്ങൾ കൂടും, തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഞെരുക്കങ്ങൾ കൂടുമെന്നെല്ലാം സഭയ്ക്കറിയാം. ആ ഒരു കാലഘട്ടത്തിലാണ് വെളിപാടിൻ്റെ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലും ഒരുപാട് ഞെരുക്കങ്ങളും ഒരുപാട് തരത്തിലുള്ള മതത്യാഗങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ഞെരുക്കങ്ങളെല്ലാം വർദ്ധിക്കുമ്പോൾ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും ബൈബിളിൽ അവസാനത്തെ പുസ്തകമാണ്, ഏറ്റവും വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്. അത് നമ്മൾ വെച്ച് വായിക്കണം. അതിലെ ഓരോ വാഗ്ദാനവും നീ പ്രാപിക്കണം. അതിനുവേണ്ടി വിശ്വസ്തരായിരിക്കാൻ, യുദ്ധം ചെയ്യാൻ, പിടിച്ചു നിൽക്കാനുള്ള വലിയ കൃപ അഭിഷേകവും ദൈവം നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ ആ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. ദൈവത്തിൻ്റെ ആലയത്തിലെ സ്തംഭമാക്കുന്ന ദൈവം നിന്നോട് പറയണത്. വീണ്ടും പറയുകയാണ്, അവൻ ഒരിക്കലും പുറത്തു പോവുകയില്ല. നമുക്കറിയാം, ചില മാലാഖമാരെ പുറത്തു പോയപ്പോഴാണ് ഒരു പിശാചുക്കളായിട്ട് മാറിയത്. ദൈവം പറയാൻ, നീ വിജയം വരിച്ചാൽ നീ പിന്നെ ഒരിക്കലും നീ പുറത്തു പോവുകയില്ല. നീ ദൈവത്തിൻ്റെ ആലയത്തിലാണ്, നീ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. നിൻ്റെ മേൽ ദൈവം ഒരു പുതിയ പേര് കൂട്ടിച്ചേർക്കും. പുതിയ ജെറുസലേം എന്ന് പറഞ്ഞാൽ സഭ. ഒരു പുതിയ പേര് നിൻ്റെ മേൽ ദൈവം എഴുതും. ഹല്ലേലൂയ. എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ്. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന മഹിമയെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് തുച്ഛമല്ലേ, വളരെ നിസാരമല്ലേ? ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ്. ഇതിൻ്റെ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം: ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഈശോ പറയാ, ഈശോ വിജയം വരിച്ച് ഈശോ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഈശോ പറയാണ്, നീ വിജയം വരിച്ചാൽ എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ കൂടെ നിന്നെ ഞാൻ ഇരുത്തും. വിജയം വരിച്ചാൽ, അവസാനം വരെ പിടിച്ചു നിന്നാൽ, യേശുവിനോട് വിശ്വസ്തത പുലർത്തിയാൽ, യേശുക്രിസ്തു ഇരിക്കുന്ന അതേ സിംഹാസനത്തിൽ നിന്നെയും യേശുക്രിസ്തു ഇരുത്തും. എൻ്റെ അടുത്ത വചനം ഇതാണ്: ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നിനക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള വാതിൽ ദൈവം തുറന്നിടുകയാണ്. ഇഷ്ടമുണ്ടെന്ന് നീ കേട്ടാൽ മതി. പക്ഷെ സംഭവിക്കാൻ പോകുന്ന സത്യം ഇതാണ്: ദൈവമായ കർത്താവ് ഇരിക്കുന്ന അതേ സിംഹാസനത്തിലിരുന്ന് ജനതകളെ വിധിക്കാൻ. അത് 12 ശിഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു അധികാരമല്ല എന്നാണ് ബൈബിൾ പറയണത്. നീ വിശ്വസ്തനായിരുന്നാൽ നിനക്കും ആ ഒരു അധികാരം ദൈവം നൽകും. ദൈവത്തിൻ്റെ കൂടെ, യേശുക്രിസ്തുവിൻ്റെ കൂടെ അവിടെ നിന്നിരിക്കുന്ന അതേ സിംഹാസനത്തിലിരുന്ന് വിജയം വരിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മരണം വരെ വിശ്വസ്തനായിരിക്കാനുള്ള തമ്പുരാൻ്റെ വലിയ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് കഷ്ടപ്പാടുണ്ടായാലും എന്ത് ത്യാഗം ഉണ്ടായാലും കത്തോലിക്കാ തിരുസഭ വിട്ടുപോകാതെ സഭയോട് ചേർന്ന് ഇരിക്കാനുള്ള വലിയൊരു വിളിയാണ് തമ്പുരാൻ ഈ വചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ബൈബിളിൽ പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യം അതിൻ്റെ 21-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. 21-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ വിജയം വരിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു വചനം ഇപ്രകാരമാണ്: വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, വിജയം വരിക്കുന്നവന് ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജയം വരിക്കണം. വിജയം വരിച്ചാലേ നിനക്ക് ദൈവത്തിൻ്റെ മകനാകാൻ മകളാകാൻ പറ്റത്തുള്ളൂ. നീ വിജയം വരിക്കണം. നീ യുദ്ധം ചെയ്യണം. ഈ കുറച്ചു കാലത്തെ യുദ്ധത്തിൽ നന്നായിട്ട് യുദ്ധം ചെയ്യാൻ, ഈ കുറച്ചു കാലത്തെ ഓട്ടത്തിൽ നന്നായിട്ട് ഓടുവാൻ, ഈ കുറച്ചു കാലത്തെ ത്യാഗത്തിൽ നന്നായി ത്യാഗം സഹിക്കാൻ കർത്താവായ യേശുക്രിസ്തു നമ്മളെ വീണ്ടും വിളിക്കുകയാണ്. വചനം കേൾക്കുന്ന നീ ഒരു പക്ഷേ വീണ് കിടക്കുകയാണെങ്കിൽ നീ ഇന്ന് തന്നെ എഴുന്നേറ്റ് പോയി കുമ്പസാരിക്കണം. എന്നിട്ട് നീ ദൈവത്തോട് വീണ്ടും വാഗ്ദാനം കൊടുക്കണം, കർത്താവേ, എനിക്കും വിജയം വരിക്കണം. എനിക്കും നിൻ്റെ കിരീടത്തിൽ ഒരവകാശം, നിൻ്റെ സിംഹാസനത്തിൽ ഒരവകാശം, നീ നൽകുന്ന നിഗൂഢമന്നയിൽ ഒരവകാശം, നീ നൽകുന്ന വെള്ളക്കല്ല് സ്വീകരിക്കാൻ ഒരവകാശം, നിന്നോട് കൂടെ ചേർന്നിരിക്കാൻ ഒരവകാശം, ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ഒരവകാശം നീ എനിക്ക് തരണമേ. എനിക്ക് നിൻ്റെ മകനാകണം. നീയാണ് എൻ്റെ ദൈവം. എനിക്ക് ലോകത്തിൻ്റെ സുഖം വേണ്ട. എനിക്ക് നിന്നോട് ചേരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാൻ വലിയ കൃപ നമുക്ക് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിക്കുമ്പോൾ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈ 10 വചനങ്ങൾ നിങ്ങളത് ഒരു പേപ്പറിലൊക്കെ എഴുതി വായിക്കണം. അത് ആവർത്തിച്ച് വായിച്ച് അതിൽ ദൈവം നൽകുന്ന സമ്മാനങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നന്നായിട്ട് ഓടാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ വാഗ്ദാനങ്ങൾ ഇതാ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രയോ വലിയ സമ്മാനങ്ങളാണ് നീ നൽകാനിരിക്കുന്നത് ഈശോ. ഈ സമ്മാനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണമെങ്കിൽ നന്നായിട്ട് യുദ്ധം ചെയ്യണം, നന്നായിട്ട് ഓട്ടം പൂർത്തിയാക്കണം. വിശുദ്ധ പൗലോസൊക്കെ പറഞ്ഞതുപോലെ നന്നായിട്ട് ഞാൻ യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം ഞാൻ നന്നായി പൂർത്തിയാക്കി എന്ന് പറയത്തക്ക രീതിയിൽ നന്നായി ഓടാൻ, നന്നായി യുദ്ധം ചെയ്യാൻ, അങ്ങനെ വിജയകിരീടം നേടുവാൻ ഞങ്ങളെല്ലാം അഭിഷേകം ചെയ്യണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ കർത്താവേ. സമ്മാനത്തെ ലക്ഷ്യമാക്കി നന്നായിട്ട് ഓടുവാനും സമ്മാനം സ്വന്തമാക്കുവാനും അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ അവിടുത്തെ മുഖാഭിമുഖം കണ്ട് ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. മരണം വരെ വിശ്വസ്തനായിരുന്നാൽ നിനക്ക് ഞാൻ ജീവൻ്റെ കിരീടം നൽകും എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായിട്ട് പതിക്കട്ടെ. ഈ ഹൃദയത്തിൽ ഏതെങ്കിലും ലോകത്തിൻ്റെ പാഴ്വാക്കുകൾ, ലോകത്തിൻ്റെ ചീത്തയായിട്ടുള്ള പ്രബോധനങ്ങളെല്ലാം ഉണ്ട്, എല്ലാം വിട്ടുപോകുവാൻ തക്ക രീതിയിൽ ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കത്തിപ്പടരാൻ വേണ്ടി നമുക്ക് തമ്പുരാനെന്ന് മഹത്വപ്പെടുത്താം. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന യേശുവേ, മരണം വരെ വിശ്വസ്തരായിരിക്കുവാൻ തക്ക രീതിയിൽ ഞങ്ങൾ കൃപ അഭിഷേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു അവൻ വീണ്ടും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുമല്ലോ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വലിയ വിശ്വസ്തത നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടട്ടെ. ഈശോയോടുള്ള വലിയ വിശ്വസ്തത, മരണം വരെ വിശ്വസ്തരായിരിക്കാൻ, ജീവിതാവസാനം വരെ വിശ്വസ്തയോടുകൂടി വ്യാപരിക്കാൻ തക്ക രീതിയിൽ നമ്മളിലേക്ക് അവിടുത്തെ അഭിഷേകം നിറയണം.
അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസ്തരായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മരണം വരെ വിശ്വസ്തരായിരിക്കുവാൻ, ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുവാൻ, ജീവൻ്റെ മന്ന സ്വന്തമാക്കുവാൻ, ഒരു വെള്ളക്കല്ല് സ്വന്തമാക്കുവാൻ, നിൻ്റെ നാമം സ്വന്തമാക്കുവാൻ, നിന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കുവാൻ, നിൻ്റെ മകനായിട്ട് മാറാൻ, നിൻ്റെ മകളായിട്ട് മാറാൻ ഞങ്ങളെല്ലാം അഭിഷേകം ചെയ്യണമേ. ഒരിക്കൽ കൂടി ശക്തമായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുറച്ചും കൂടെ ജീവനോടെ സ്തുതിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. സ്വർഗരാജ്യത്തെ പറ്റിയുള്ള വലിയ പ്രത്യാശ എല്ലാ മക്കളിലേക്ക് നിറയട്ടെ. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ഹൃദയങ്ങളെല്ലാം തുറക്കട്ടെ. നിഗൂഢമന്ന ഭക്ഷിക്കാൻ തക്ക രീതിയിൽ മരണം വരെ വിശ്വസ്തരായിരിക്കാനുള്ള അഭിഷേകം ഉണ്ടാകട്ടെ. നന്നായി സമ്മാനം കിട്ടാൻ വേണ്ടി ഓടാൻ തക്ക രീതിയിൽ എല്ലാ മക്കളിലേക്കും യേശുവിൻ്റെ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.